ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സ്റ്റോറിയൊക്കെ പോവാം. നമ്മൾ ഹീറോയിൻ്റെ പേരാണ് പ്രിയ. ഓക്കെ, ഹീറോയ്ക്ക് പറഞ്ഞാൽ 7 പേര് ഭയങ്കര ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഹീറോയെ ഒരു ബോക്സിങ് ബോക്സിംഗ് അറിയും ഹീറോയ്ക്ക്. അത് മാത്രമല്ല, ഹീറോയെ ജിം ലീഡറാണ്. ജിമ്മും ഹീറോയ്ക്ക് ഉണ്ടോ സ്വന്തം. അതുമാത്രമല്ല, ഹീറോയിൻ അല്ല കോളേജ് പഠിക്കുന്ന ഹീറോയ് കോളേജ് പ്രൊഫസറാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുമാത്രമല്ല, ഹീറോയ് ജോലിയായിട്ട് കോളേജ് നന്നായിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഹീറോയ്ക്ക് പറഞ്ഞ 7 പേര് മാമ. അതെ, 7 പേര് മാമാണ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ മാമക്ക് പോയിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ എന്നെ പറഞ്ഞ ഹീറോയിൻ നല്ല ഓർക്കായിരുന്നു. അതെ, ഹീറോയിൻ മമ്മി പറഞ്ഞ ഇന്ത്യൻ ഗേൾ ഇന്ത്യ അല്ല, മലയാളം ഗേൾ. ഹീറോയിൻ്റെ മമ്മി മലയാളം, ഡാഡി തമിഴ്. 2 പേരും ലവ് മാരേജാണ് കഴിച്ചത്. അതുകൊണ്ട് അവർക്ക് ഹീറോയെ കുറച്ച് തമിഴും ഉണ്ട്. അതിൽ തമിഴ് സംസാരിക്കും. ഹീറോയിന് ഡാഡി പറയണോ, ഹലോ என்னக்கா சொல்லுக்கா, யா தம்பி எப்பாரா ஊருக்கு வர போகிறேன், அக்கா என்னக்கா நீ சொல்கிற, நான் சிட்டியில் இருக்கக்கா, என்னடா நீ ஊருக்கு வர மாட்டேன், வரப்போறக்கா, எப்படி என்ன அக்கா சொல்லக்கா, இல்லைடா என் பையக்கு பொண்ணு பார்க்குறேன். என்ன சொன்னா, அக்கா என்னக்கா நீ சொல்கிற, என் பொண்ணு இருக்கக்கா, என்னக்கா நீ சொல்கிற, என்னப்பா எனக்கு ஒரு புள்ள இருக்கா, 7 பைய புள்ள இருக்கு, நான் என்ன பண்ணுறேன், யாருக்கு கல்யாணம் பண்ண தெரியாது, ஆனால் என் பையக்கு கல்யாணம் பண்ண போகிறேன். கண்டிப்பாக நீ ஊரில் உன் பொண்டாட்டி கூட வா, உன் பொண்ணு கூட வா, ശരി അക്ക എന്നെ പറഞ്ഞു ഫോൺ വെച്ചായിരുന്നു. എടീ എന്നാ പറയായിരുന്നു, ഇപ്പം മലയാളം സംസാരിക്കുകയാണ്. എന്താ ചേട്ടാ എടീ ഞാൻ വീട്ടിലേക്ക് പോകും, എൻ്റെ പുരയ്ക്ക് പോകുമ്പോൾ വാ എന്ന് പറയാം. വില്ലേജിലേക്ക് പോകുമ്പോൾ ഉണ്ടോ, എന്താ നിങ്ങൾ പറയുന്നത്? ഇല്ലടി, എൻ്റെ ചേച്ചിയുടെ മകനിക്ക് മാരേജാ, 7 പേർക്ക് മാരേജ്. എന്താ പറയുന്നത്, 7 പേർക്ക് മാരേജാ? അപ്പോൾ എൻ്റെ മകളെ ഞാൻ മാരേജ് കഴിപ്പിക്കാന്ന് വെച്ചാൽ അതിലൊരാൾക്ക് മാരേജ് കഴിപ്പിക്കാ. ഇല്ലടാ, നല്ല പയ്യ 7 പൊണ്ണ് ഇருக்கு, അത് 7 പെണ്ണുണ്ട്, അവിടെ നിന്ന് നോക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് മാരേജ് കഴിക്കാം, എൻ്റെ പ്ലാൻ ഇട്ടതാന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് കാര്യം പറയായിരുന്നു. ഹീറോയ്ക്ക് കേട്ട് ഹീറോയുടെ മനസ്സ്, ഹീറോ വന്ന് ഹാപ്പി ആയിട്ട്, ഹീറോയ്ക്ക് അത് കേട്ട് ഹീറോയുടെ മനസ്സ് ഓടിഞ്ഞു പോയി. എന്താ എൻ്റെ മാമക്ക് മാരേജാ, അതെങ്ങനെ നടക്കാൻ പോവും, അത് നടക്കും ഞാൻ വിട്ടില്ല. എന്നെ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഇപ്പം കുട്ടി ഫ്ലാഷ് ബാക്ക് ഓർക്കായിരുന്നു ഹീറോയ്. மாமா என்ன சொல்லும், மாமா எனக்கு கல்யாணம் பண்ணுவான்னு பண்ண மாட்டேன், பண்ண போடுறடி செல்லக்குட்டி, மாமா என்ன கண்டுட்டு கல்யாணம் பண்ணணும், என் பெரிய பொண்ணாய 7 பேர் எனக்கு கல்யாணம் பண்ணணும் மாமா. சரி புள்ள, கல்யாணம் பண்ண போகிறேன் என்ன പറയായിരുന്നു 7 പേര്. ഹീറോയിച്ചേ 7 പേര് എന്നെ കല്യാണം കഴിക്ക് പറഞ്ഞിട്ട് അവരെ വേറെ ഒരു കല്യാണം കഴിക്കോ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അവർക്ക് ചെറിയ പ്രായത്തിൽ ഫോട്ടോസ് അതെല്ലാം ഓർത്തിട്ട് അവർ ഭയങ്കര കരിയായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ടിലൂടെ മൊത്തം കാര്യം പറഞ്ഞ ഹീറോയ്ക്ക് അറിയായിരുന്നു. എടി എൻ്റെ മാമ എന്നടി சொன்ன മാമൻസ് ഞാൻ എപ്പോഴും ലവ് പണിച്ച തെരിയുമോ ഉനക്ക് എന്ന് പറഞ്ഞ ഭയങ്കര സാഡായിട്ടും പറയായിരുന്നു. പാട്ടി ഫ്ലാഷ് ബാക്ക്, ഞാൻ പാട്ടി എന്നടി പറഞ്ഞ എൻ്റെ ഗ്രാൻഡ് മ പറഞ്ഞ മലയാളിയാണ്, എൻ്റെ ഗ്രാൻഡ് പ കൊഴിയൻ. 2 പേരും ലവ് മാരേജാണ്. അവർ പറഞ്ഞ 7 പേര് മാരേജ് കഴിച്ചതാണ്, ഒരു പെണ്ണ് എന്ന് പറഞ്ഞ് ഗ്രാൻഡ് മാൻ്റെ ഫ്ലാഷ് ബാക്ക് പറയായിരുന്നു. ഇത് കേട്ട് അവർക്ക് ഷോക്കായി. അവർ പഠിക്കുമ്പോൾ അവിടെ ലവ് ചെയ്ത്, അതുകൊണ്ട് അവർ 7 പേര് മാരേജ് കഴിച്ച. പിന്നെ ഗ്രാൻഡ് മാൻ്റെ ഫ്ലാഷ് ബാക്ക് ഹീറോ ഫ്രണ്ടിനോട് പറയുന്നു. ഫ്രണ്ട്സെല്ലാം പറയുന്നു, പ്രിയാ പറഞ്ഞക്കടി നല്ല സ്റ്റോറിയാ, നിനക്ക് മാമനെ മാരേജ് കഴിക്കാല്ലേ, എങ്ങനെയും മാരേജ് കഴിക്കാൻ പറ്റൂ, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വില്ലേജിൽ സെറ്റിലായിരുന്നു. പിന്നെ തമിഴ് പൊണ്ണാണ്. ഹീറോയിൻ്റെ ഗ്രാൻഡ് മ തമിഴാണ്. അത് ഗ്രാൻഡ് പാ ഡാഡി പറയാൻ തമിഴാണ്, മലയാളം സോറി. ഇനി പറയായിരുന്നു ഫേസ്ബുക്ക്, എടി പറഞ്ഞേക്കടി മാരേജ് കഴിക്കാല്ലേ, ഇപ്പം ഗ്രാൻഡ് പൂവില്ല എന്ന് പറഞ്ഞ ഹീറോ പറയായിരുന്നു. എന്തടി പറയാം, അതെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് സാഡായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. വേറെ വൈലടി ഫ്രണ്ട് പറയാം, ഞാനും കൂടെ വരാം എനിക്ക് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര അവർ 7 പേർ കണ്ടോ ഹീറോയ്ക്ക് മനസ്സ് എങ്ങനെയുണ്ടു,
ഇവരെ എനിക്ക് മാരേജ് കഴിക്കാൻ പറഞ്ഞാൽ വേറെ ആർക്ക് മാരേജ് കഴിക്കോ എന്ന് പറഞ്ഞ ഹീറോ ടെൻഷനായിരുന്നു. അതുമാത്രമല്ല ഗ്രാൻഡ് പാ ആയിട്ട് 7 പേര് പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിൻ്റെ ചേച്ചീൻ്റെ മക്കളാണ് 7 പേര് PTS മെമ്പേഴ്സ്. ഇവരെ കാണും ഹീറോയ്ക്ക് സാഡാന്ന് എങ്ങനെ ക്യൂട്ടായിട്ടുണ്ട്. അവർ മമ്മി പറഞ്ഞ കൊറിയനാണ്. ആ ഡാഡിയും കൊറിയൊക്കെ പോയിട്ട് ലവ് ചെയ്തിട്ട് മാരേജ് കഴിച്ച് വന്നതാ കൊറിയൻ ഗേളാണ്. അവർ തമിഴ് பேசு என்னடி பொண்ணு எப்படி இருக்க பிரியா நல்லா இருக்கத்தா എന്നതാ. എന്നടി സാഡാக இருக்குது മാമ யாரோ ஒரு ஆள் எனக்கு മാമ കല്യാണം பண்ண சொன்னா ആണോ ഇങ്ങനെ നടന്നിച്ച് എന്ന് പറഞ്ഞ ഹീറോയി സാഡാണ്. എന്നപ്പാ എന്ന് പറയായിരുന്നു. ഞാനായിട്ട് ഹീറോയി കോള് സംസാരിച്ചു. ഇപ്പോൾ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് ഹീറോയി വന്നായിരുന്നു. ഇപ്പം നിറയെ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയി പ്ലാൻ ചെയ്താണ് 7 പേർ കൂടെ എനിക്ക് മാരേജ് നടക്കണം, കൊണ്ടിട്ട് കൂടെ മാരേജ് നടക്കണം, അതൊക്കെ വിടാലോ എന്ന് പറയായിരുന്നു. ഇങ്ങനെയായിട്ട് ആ ഗേൾസിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് ഹീറോയി പോയായിരുന്നു. എല്ലാ ഗേൾസ്ക്കും അറിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഷാക്ക് ഒരു കാര്യം അറിഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് 7 പേർക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഹീറോയി ലവേഴ്സ് ഉണ്ട്. അവർ ലവ് ചെയ്യുന്ന അവർക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. 7 പേർക്കും ഗേൾസ്ക്ക് ഹീറോയ്ക്ക് ഈ കാര്യം അറിഞ്ഞ് എന്താ ലവേഴ്സ് ഉണ്ടാ എന്ന് പറഞ്ഞു. അവരെല്ലാം പ്ലാൻ ചെയ്യുന്ന കാര്യം ഹീറോയ്ക്ക് അറിഞ്ഞു. ഹീറോയി ചെറിയ കല്യാണമൊക്കെ മാറ്റാ എന്നാ ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്തിനീ മൈലേഞ്ച് വെക്കുക പറയുന്നത്. ഹീറോയി മൈലേഞ്ചെല്ലാം വെച്ചായിരുന്നു. അതുപോലെ തന്നെ നല്ല ഡെക്കേഴ്സായി റെഡിയായിരുന്നു. ഹീറോയി ഓൾറെഡി സാരി എല്ലാം ഓൾറെഡി മേങ്ങിയായിരുന്നു. ഹീറോയി എന്നിട്ട് ഹീറോയി നല്ല ക്യൂട്ടായിട്ട് റെഡിയായിരുന്നു. കല്യാണം പണ്ട് മാത്രം റെഡിയായിരുന്നു. കല്യാണം കൂടെ വന്ന് നല്ല ഭംഗിയായിട്ട് ഈ ഫോട്ടോസ് മാതിരി ജോസ് എല്ലാം വെച്ച് ഹീറോയിൻ ഹെയർ സ്റ്റൈലെല്ലാം വെച്ച് അതുപോലെ ഹീറോയിൻ നെറ്റിക്കുരി ഇതെല്ലാം വെച്ചായിരുന്നു. ഹെയർ സ്റ്റൈൽ വെച്ചാൽ ഇതാക്കിയിട്ട് മല്ലികല വെച്ചായിരുന്നു. കുറച്ച് ഹെയർ നെറ്റികല വെച്ചായിരുന്നു. ഹീറോയിൻ റെഡി ആയിട്ട് വന്നായിരുന്നതായ മാരേജ്. അങ്ങനെ അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങി. പെണ്ണുങ്ങളൊന്നുമില്ല എന്താ ചെയ്യാന്ന് പറഞ്ഞു. 7 പേരെ വീട് ചേഞ്ച് ആയിരുന്നു. 7 പേർക്കൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം അവളെ സ്വന്തത്തിലേതെല്ലാം നോക്കായിരുന്നു. അങ്ങനെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അവർ വരെ സാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുറച്ച് ഗേൾസ് കിട്ടായിരുന്നു. അതിൻ്റെ PTS മെമ്പർ പറയുന്നു അവർ ഗേൾസ് കാണുമ്പോൾ അവർക്ക് പൊളിച്ചില്ല. അതിൽ അവർ പറയണം എനിക്ക് ഗേൾസ് അതിലും അവർക്ക് ഗേൾസ് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഗേൾസ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പാവം അവർ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു.